തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 40 സെന്റിമീറ്റർ ഉൾപ്പെടെ ആകെ 200 സെന്റിമീറ്ററാണ് ഉയർത്തിയിട്ടുള്ളത്. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സ്റ്റെഫിൻ, ഇന്നലെ രാത്രി അതിശക്തമായ മഴ തിരുവനന്തപുരത്ത് എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മഴ മാറി നിൽക്കുകയാണ്. ഇതുവരെ മലയോര മേഖലയിൽ എന്താണ് സ്ഥിതി? പൊന്മുടിയിലേക്കുള്ള യാത്ര നിരോധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റ് ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ തിരുവനന്തപുരത്ത് മഴ എങ്ങനെ? അഭിലാഷ്, തിരുവനന്തപുരം ജില്ലയിൽ മലയോര മേഖലയിലാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. പലയിടത്തും മരമൊടിഞ്ഞു വീണുള്ള പ്രശ്നം, റോഡ് ഇടിഞ്ഞു താഴുന്ന പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരുവിക്കര ഡാമിന്റെ 3 ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അത്രയധികം ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ അന്വേഷിക്കുമ്പോൾ ഇത്രയധികം ജലനിരപ്പില്ലായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴയുണ്ട്, അത്രയധികം നീരൊഴുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയരാൻ കാരണം. ഈ ഭാഗത്തേക്ക് ഇതൊക്കെ പാർക്കാണ്, അരുവിക്കര ഡാമിനോട് ചേർന്നുള്ള പാർക്കിന്റെ ആ ഭാഗത്തേക്കൊക്കെ വെള്ളം പതിയെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. അത്രയധികം ജലനിരപ്പാണ് ഉയർന്നു വരുന്നത്. തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയാനകമായ കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ കിള്ളിയാറിന്റെയും കരമനയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ അതിജാഗ്രത പുലർത്തേണ്ട സമയമാണ്. അത്രയധികം ജലനിരപ്പ് അവിടെയൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. വൃഷ്ടിപ്രദേശത്ത് മഴയുള്ളതുകൊണ്ടും നീരൊഴുക്കൊക്കെ വർദ്ധിച്ചതുകൊണ്ടുമാണ് ഇത്രയധികം ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും 2 നദികൾ, പ്രത്യേകിച്ചും കരമനയാറ്, കിള്ളിയാറ്, നെയ്യാറ്, ഈ 3 നദികളുടെ തീരത്തുള്ളവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. നെയ്യാർ ഡാമിന്റെയും ഷട്ടറുകൾ തുറന്ന നിലയിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സാധാരണഗതിയിൽ ഈ അരുവിക്കര ഡാമൊക്കെ ഒന്ന് സന്ദർശിച്ച് പൊന്മുടിയിലേക്കൊക്കെ പോകുന്നവർ അങ്ങനെയാണ് അവരുടെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുക. ഏതായാലും അത് ഒഴിവാക്കണം. മറ്റൊരു കാര്യം, പൊന്മുടിയും അതോടൊപ്പം തന്നെ മങ്കയവും തുടങ്ങിയ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ അതെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. യാത്രാ നിരോധനം അവിടേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് തിരുവനന്തപുരത്തെ ഒരു പൊതു സാഹചര്യം. മലയോര മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാറനല്ലൂർ ഭാഗത്ത് റോഡ് ഇടിഞ്ഞുകൊണ്ടുള്ള അപകടമുണ്ടായിരുന്നു. പിന്നെ തീരദേശത്ത് അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി, നേരത്തെ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുതലപ്പുഴയിലെയും മറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മലയോര മേഖലയും തീരദേശ മേഖലയും ഏതായാലും അതിജാഗ്രതയിലേക്ക് മാറേണ്ട സമയം തിരുവനന്തപുരത്തായി കഴിഞ്ഞു. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളാണ് AK സ്റ്റെഫിൻ നൽകിയത്. തിരുവനന്തപുരത്ത് ജാഗ്രതയുണ്ട്. ശക്തമായ മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നു. ശക്തമായ മഴ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തുടരുകയാണ്. അതിൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് അപകടകരമായ നില ഉള്ളത്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. 3 മരണമാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമാണ് മഴ ഏറ്റവും രൂക്ഷമായ കെടുതി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരപ്രകാരം എല്ലായിടത്തും മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഒരു സവിശേഷത. സാധാരണ ഏതെങ്കിലും ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇത്തവണ മിക്കവാറും എല്ലാ മേഖലകളിലും മഴ രൂക്ഷമാവുകയാണ്. ഇപ്പോൾ വാഗമണ്ണിൽ നിന്നൊരു മുന്നറിയിപ്പ് വരുന്നത്, വാഗമൺ പുള്ളിക്കാനം റോഡിൽ CMC ഓഡിറ്റോറിയത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. അതുവഴിയുള്ള യാത്ര ഒഴിവാക്കണം എന്ന വിവരം വാഗമണ്ണിൽ നിന്ന് വരുന്നു. ഇപ്പോൾ കണ്ണൂർ എടുത്താൽ കണ്ണൂരിലെ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. വയത്തൂർ പാലത്തിൽ വെള്ളം കയറിയതായി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇടുക്കിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ അടൂർമല, ഏലപ്പാറ, ചിന്നാർ 7-ാം വാർഡ്, മുട്ടം, തുടങ്ങനാട്, ഇത്രയും പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ഉരുൾപൊട്ടലല്ല, എന്നാൽ പോലും ഇടുക്കിയിൽ വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, അടൂർമല, ഏലപ്പാറ, മുട്ടം, തുടങ്ങനാട് 4 പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് മുണ്ടിക്കൽ താഴത്ത് റോഡിൽ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നു. അവിടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് നഗരത്തോട് ചേർന്ന പ്രദേശമാണത്. അപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ കൂടി ഞാൻ പറയാം. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള വളരെ അത്യാവശ്യത്തിനുള്ള യാത്രയല്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചിരിക്കുന്നു. വൈത്തിരിയിലും ലക്കിടിയിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിതീവ്രമായ മഴ പെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുമുള്ള അനാവശ്യ യാത്രകൾ, വയനാട്ടിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്നു വയനാട് ജില്ലാ കളക്ടർ. പത്തനംതിട്ടയിലും മലയോര മേഖലകളിലേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 8 വരെ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്ര നിരോധിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 6 വരെ ക്വാറി ക്രഷർ യൂണിറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആറന്മുള വള്ളസദ്യയ്ക്ക്
നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കോഴിക്കോട് ബേപ്പൂരിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ, അതായത് ബേപ്പൂർ ഹാർബറിൽ നിന്നും മീൻ പിടിക്കാൻ പോയ തൊഴിലാളികളെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. തെക്കൻ ജില്ലകളിലെ മഴയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വിലങ്ങാട് പുഴയിൽ കോഴിക്കോട് ശക്തമായ ജലപ്രവാഹമുണ്ട്. അവിടെ ജലനിരപ്പ് ഉയർന്നു, പാലത്തിൽ വെള്ളം കയറി എന്ന വിവരം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്.